ഒരു കാർ ഇങ്ങനെ ബീച്ചിലൂടെ ഓടിപ്പോകുമ്പോൾ ഇത് ഏത് ബീച്ചാണെന്ന് ആരോടും പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. എല്ലാവർക്കും അറിയാം ഇത് കണ്ണൂരുള്ള മുഴുപ്പിലങ്ങാട് ബീച്ചാണെന്നുള്ളത്. 5 കിലോമീറ്ററോളം നീണ്ടു പരന്ന് കിടക്കുന്ന ഏഷ്യയിലെ ഏറ്റവും വലിയ ഡ്രൈവിംഗ് ബീച്ചാണ് മുഴുപ്പിലങ്ങാട്. ബൈക്കും സ്കൂട്ടറും കാറും എന്തിന് ബസ് വരെ ഇതിലെ ഓടിച്ചു പോകുന്നതിൻ്റെ വീഡിയോകൾ നമ്മൾ പലയിടത്തായിട്ട് കണ്ടിട്ടുണ്ട്. ഇവിടെ ഡ്രൈവ് ചെയ്യണമെങ്കിൽ 40 രൂപ കൊടുത്ത് ടിക്കറ്റ് എടുക്കണം. പൊതുവെ ആഴം കുറഞ്ഞതും ചെറിയ തിരമാലകളും ഒക്കെയുള്ള ബീച്ചായതിനാൽ സ്ത്രീകളും കുട്ടികളും അടക്കം എല്ലാവരും ഈ ബീച്ചിൽ വന്ന് ഇറങ്ങാറുണ്ട്. പിന്നെ എനിക്ക് തോന്നിയ ഒരു കാര്യം, സുരക്ഷാ ക്രമീകരണങ്ങൾ കുറച്ചുകൂടെ ആകാമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ബീച്ചിൽ ഡ്രൈവ് ചെയ്യാൻ എത്തുന്നവർ ആ ഡ്രൈവിങ് എൻജോയ് ചെയ്യാൻ വരുന്നവരാണ്. അതേപോലെ ബീച്ചിൽ നടക്കാൻ വരുന്നവരും അത് എൻജോയ് ചെയ്യാൻ വരുന്നവരാണ്. അപ്പം ഡ്രൈവ് ചെയ്യുന്നവർ മാക്സിമം ബീച്ചിൽ നിൽക്കുന്നവരുടെ അടുത്തുകൂടെ വണ്ടി കൊണ്ടുപോകാതെ കുറച്ച് സ്പേസ് ഇട്ടൊക്കെ കൊണ്ടുപോവുക. കാരണം വണ്ടി വരുന്നതിൻ്റെ സൗണ്ടൊന്നും നമുക്ക് കേൾക്കാൻ പറ്റില്ല. 2-3 വണ്ടികൾ എന്നെ പാസ് ചെയ്ത് പോയപ്പോൾ തന്നെയാണ് പുറയുന്നു വരുന്നുണ്ടെന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാവുന്നത്. ഡ്രൈവ് ചെയ്യുന്നവരും ശ്രദ്ധിക്കുക, ബീച്ചിലൂടെ നടക്കുന്നവരും ശ്രദ്ധിക്കുക. ഇതൊരു ഡ്രൈവിംഗ് ബീച്ചാണെന്ന് മനസ്സിൽ വെക്കുക. അപ്പം അതിൻ്റെ ഒരു പോരായ്മ എനിക്ക് തോന്നി, സുരക്ഷയുടെ കാര്യത്തിൽ ഒരു ചെറിയ കുറവായിട്ട് എനിക്ക് തോന്നി. അപ്പോൾ അതെനിക്ക് തോന്നിയ കാര്യം ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. ഇൻ്റർനാഷണൽ ലെവലിൽ ഈ ബീച്ചിനെ ഇപ്പം മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഈ ബീച്ചിൻ്റെ നവീകരണ പ്രവർത്തനങ്ങളൊക്കെ ഏതാണ്ട് 70% കഴിഞ്ഞിട്ടുണ്ടെന്നാണ് മന്ത്രി PM മുഹമ്മദ് റിയാസ് പറയുന്നത്. ഏകദേശം 4 കിലോമീറ്റർ നീളമുള്ള ഒരു അതിമനോഹരമായ വാക്ക് വേ നിർമ്മിക്കുന്നുണ്ട്. വിദേശ മോഡൽ, സിംഗപ്പൂർ മോഡൽ എന്നൊക്കെയാണ് പറയുന്നത്. നല്ല രീതിയിൽ തന്നെ അതിൻ്റെ ലാൻഡ്സ്കേപ്പ് കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട്. അതിനകത്തൊന്നും യാതൊരു കുറ്റം പറയാനുമില്ല. നല്ല രീതിയിൽ ചെയ്തു വെച്ചിട്ടുണ്ട്. എനിക്ക് പറയാനുള്ളത്, ഇത് ചെയ്ത് വെച്ചിട്ട് അതിന് ശേഷമുള്ള ഇതിൻ്റെ മെയിൻ്റനൻസ് ഉണ്ടല്ലോ, അത് നല്ല രീതിയിൽ കൊണ്ടുപോയിട്ടില്ലെങ്കിൽ ഈ ചെയ്ത് വെച്ചതിനൊന്നും ഒരു ഫലമില്ലാതെ പോകും. കാരണം ചെയ്ത് വെക്കാൻ എല്ലാവർക്കും എളുപ്പമാണ്. അത് കഴിഞ്ഞിട്ട് ഇത് സംരക്ഷിച്ചില്ലെങ്കിൽ അവിടെ വേസ്റ്റ് കൊണ്ടിട്ടും പൊട്ടിപ്പൊളിഞ്ഞുമൊക്കെ ഇതിങ്ങനെ നശിച്ചു പോകുന്ന കാഴ്ചകൾ നമ്മൾ ഈ കേരളത്തിൽ തന്നെ പല ഇതിൻ്റെയും ഇത് കണ്ടിട്ടുണ്ട്. അതിനൊരു ഉദാഹരണമാണ് നമ്മുടെ ഹൗസ് ബോട്ട് ടെർമിനൽ, കുട്ടനാട്ടിലുള്ള കൈനേരിയിലുള്ള ഹൗസ് ബോട്ട് ടെർമിനൽ. അത് എത്രയോ കോടികൾ മുടക്കി പണിഞ്ഞ ഒരു പ്രൊജക്റ്റാണ്. പക്ഷേ ഇപ്പോൾ അത് പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുകയാണ് മെയിൻറ്റെയിൻ ചെയ്യാതെ. അപ്പം ഈ ഒരു പ്രൊജക്റ്റ് അങ്ങനെ ആവാതിരിക്കട്ടെ, ഇത് ചെയ്ത് ഇതിൻ്റെ മെയിൻ്റനൻസ് അതുപോലെ തന്നെ കാര്യമായിട്ട് കൊണ്ടുപോകണമെന്ന് പറയാനുണ്ട്. പിന്നെ ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ KTDCയുടെ ഒരു 3 സ്റ്റാർ ഹോട്ടൽ കൂടി വരുന്നുണ്ടെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. അപ്പോൾ ഈ 2 പ്രൊജക്റ്റുകളും മുഴുപ്പിലങ്ങാടിൻ്റെ മുഖച്ഛായ തന്നെ മാറ്റുമെന്നതിൽ യാതൊരു സംശയവുമില്ല. മീൻ പിടിക്കാൻ പോയിട്ട് വല കരയ്ക്ക് പിടിച്ച് കയറ്റുന്നതാണ് ഈ കാണുന്നത്. ഈ വലയെ ഡ്രിഫ്റ്റ് നെറ്റ് എന്നാണ് പറയുന്നത്. നല്ല വിലയുണ്ട് ഈ വലയ്ക്ക്. ഏതാണ്ട് 1.5-2 ലക്ഷം രൂപയ്ക്ക് മുകളിലോട്ടാണ് ഇതിൻ്റെ വില. മീൻ ശേഖരിക്കാൻ ഒരു ചേട്ടൻ 2 കൂടയുമായിട്ടൊക്കെ വരുന്നുണ്ട്. കാര്യമായിട്ടൊന്നും തടഞ്ഞില്ല എന്ന് തോന്നുന്നു. ഇത്രയും വലിയ വലയൊക്കെ ആയിട്ട് പോയിട്ട് ഒന്നും കിട്ടാഞ്ഞതാണോ അതോ ഇനിയും വല വൃത്തിയാക്കുന്നതിനിടയിൽ അതിൽ കിടക്കുന്നതിനെയൊക്കെ പെറുക്കിയെടുക്കുന്നതാണോ എന്നും അറിയത്തില്ല. എന്തായാലും ഈ വല കൊണ്ട് അധിക ദൂരം കടലിലേക്ക് പോകുന്നതിന് നിയന്ത്രണമുണ്ട്. കരയിൽ നിന്ന് കൂടിപ്പോയ ഒരു 2 കിലോമീറ്റർ വരെയൊക്കെ പോകാനുള്ള പെർമിഷനേ ഉള്ളൂ. അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ അധികം മീനുകളൊന്നും കിട്ടാഞ്ഞത്, അറിയില്ല. എന്തായാലും ആ കാഴ്ചകളൊക്കെ അങ്ങനെ കണ്ടു നിന്നപ്പോൾ ഈ തിരയുടെ കൂടെ തിരിച്ചൊഴുകി പോകുന്ന മണൽത്തരികൾ കണ്ടോ, നല്ല ഭംഗി തോന്നി. ഈ ഗ്ലിറ്റർ പൗഡറൊക്കെ കടയിൽ നിന്ന് വാങ്ങാൻ കിട്ടുന്ന പോലെ നല്ല സിൽവർ കളറിലുള്ള തരികൾ, നല്ല രസമുണ്ടല്ലേ. ഇവിടെ കണ്ടോ, കമ്മട്ടിപ്പാടവ് എന്ന് എഴുതി വെച്ചിരിക്കുന്ന ഒരു വള്ളം. അതെന്താണെന്ന് നോക്കാൻ പോയപ്പോഴാണ് മനസ്സിലായത് അത് ഇവിടെയുള്ള ഒരു കോഫി ഷോപ്പാണ്. ഈ കാണുന്നതാണ് കമ്മട്ടിപ്പാടം. കാറ്റാടി മരങ്ങൾക്കിടയിൽ ചെറിയൊരു ഹട്ടൊക്കെ ആയിട്ട് നല്ല ഭംഗിയിൽ പണിതൊരു കോഫി ഷോപ്പ്. ഞാൻ ഒരു തരി വെയിൽ പോലും പുറത്ത് കളയാത്തത് കൊണ്ട് നല്ല ക്ഷീണമുണ്ട്. അപ്പോൾ കുറച്ച് നേരം ഇവിടെ വന്നിരുന്ന് വിശ്രമിക്കാമെന്ന് കരുതി. നല്ല ആംബിയൻസ് ആണ് ഇവിടെ. ഉച്ചയ്ക്ക് ശേഷമാണ് ഇത് ഓപ്പൺ ചെയ്യുന്നത്, അതുകൊണ്ട് കാര്യമായി. അല്ലെങ്കിൽ പിന്നെ ഇവിടെ വന്നിരുന്ന് വിശ്രമിക്കാൻ പറ്റില്ല, ഇവിടെ മുഴുവൻ ആളും വരുമായിരിക്കും. കടലിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് ഇവിടെ ഇങ്ങനെ ഇരുന്നാൽ സമയം പോകുന്നത് അറിയത്തില്ല. പക്ഷേ എനിക്ക് സമയം കളയാനില്ലാത്തത് കൊണ്ട് കുറച്ച് നേരം ഇരുന്നതിന് ശേഷം പോയേ പറ്റൂ. പിന്നെ ഇവിടെ വരാൻ പോകുന്ന ഈ 2 പ്രൊജക്റ്റുകൾ, അതിൻ്റെ പണികൾ വേഗം പൂർത്തിയാകട്ടെ. ലോകത്തിന് മുന്നിലേക്ക് കേരള ടൂറിസത്തിന് കാണിക്കാൻ പറ്റിയൊരു ഗംഭീര പദ്ധതിയാകട്ടെ. അതിലൂടെ ലോക ശ്രദ്ധ പിടിച്ചു പറ്റട്ടെ നമ്മുടെ ഈ മുഴുപ്പിലങ്ങാട് ബീച്ചെന്ന് നമുക്ക് ആശംസിക്കാം.
അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ മുഴപ്പിലങ്ങാട് ബീച്ചിൻ്റെ വിശേഷങ്ങൾ. ഇനിയിപ്പോൾ അടുത്ത ഒരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. അപ്പോൾ അതുവരേക്കും ബൈ.